കോളിഫ്ലവർ റോസ്റ്റ് ഒരു അടിപൊളി ഡിഷാണിത്. ഇതുണ്ടാക്കാൻ ഞാനൊരു വലിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് കഴുകി ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ 2 സവാള, 2 തക്കാളി, 5-6 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കോളിഫ്ലവർ ഒന്ന് വേവിപ്പിച്ചെടുക്കണം. കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിപ്പിക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഒന്നിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നാൽ ഇഞ്ചിയും അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായി വഴറ്റാം. അതൊന്ന് വെന്ത് വരണം. വെന്ത് വന്നാൽ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം തക്കാളി ഒന്ന് വെന്ത് വരണം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാലയിലേക്ക് മാറ്റണം. ഇതെടുത്ത് ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസും കോളിഫ്ലവറും നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്യാൻ വന്നിട്ടുണ്ട്. കോളിഫ്ലവറും വെജിറ്റബിൾസും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കോളിഫ്ലവറിൽ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.